തവനൂരിൽ KT ജലീലിനെ മാറ്റി CPM പുതിയൊരു സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കാനും സാധ്യതയുണ്ട്. കാരാട്ട് റസാഖിന് കൊടുവള്ളി സീറ്റ് നൽകില്ല. കുന്നത്തൂരിൽ കോവൂർ കുഞ്ഞുമോന് സീറ്റ് നൽകുന്നതിൽ അന്തിമ ധാരണയായിട്ടില്ല. ആന്റണി രാജുവിന്റെ തിരുവനന്തപുരം സീറ്റ് അത് CPM എടുക്കാൻ പോവുകയാണ്. കേരള കോൺഗ്രസ് B, INL, കോൺഗ്രസ് S എന്നിവർക്ക് സിറ്റിംഗ് സീറ്റുകൾ നൽകും. AK സ്റ്റെഫിൻ തന്നെ ഇതിന്റെ വിവരങ്ങൾ കൂടി നൽകും. സ്റ്റെഫിൻ, മത്സരിക്കാനില്ല എന്ന് ജലീൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പാർട്ടി പറഞ്ഞാൽ എന്നൊരു വാക്ക് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ജലീലിന് മറ്റൊരു സീറ്റ് നൽകാനുള്ള സാധ്യതയുണ്ടോ? ഏതായാലും ജലീലിനെ ഈ കുറി മത്സരരംഗത്തേക്ക് ഇറക്കേണ്ട എന്നൊരു നിലപാടിൽ തന്നെയാണ് CPM ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കുറേ പ്രശ്നങ്ങൾ പാർട്ടിയുമായിട്ട് KT ജലീലിനുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു അടുപ്പം CPMനോട് ജലീലിന് ഇല്ല എന്നുള്ളതാണ് നമുക്ക് പല കാര്യങ്ങൾ CPMൻ്റെയും അതോടൊപ്പം തന്നെ ജലീലിൻ്റെയും സംസാരങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നത്. ഈ സമീപകാലത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജലീൽ പാർട്ടിയോട് അത്ര അടുത്തല്ല നിൽക്കുന്നത്. ഈ യാത്രയൊക്കെ വരുമ്പോൾ തന്നെ ജലീലിന് ഒരു അർഹിച്ചൊരു പ്രാധാന്യം ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം മുൻപ് ഇത്തരത്തിൽ രാഷ്ട്രീയ ജാഥകളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ CPMൻ്റെ പരിപാടികളിലെല്ലാം നിറസാന്നിധ്യമായിരുന്നു ജലീലെങ്കിൽ ഇപ്പോൾ കുറച്ച് വിട്ടു നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഒപ്പം CPM വിലയിരുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തവനൂരിൽ KT ജലീലിനെ മത്സരിപ്പിച്ചപ്പോഴുണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യം അത്തരത്തിൽ ഇപ്പോൾ അതില്ല എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തുന്നത്. കാരണം ഒരു മൈനോറിറ്റി വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ കൊണ്ടുവന്ന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കിയ ഒരു സ്ഥിതിയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആ സ്ട്രാറ്റജി ഗുണം ചെയ്യില്ല എന്ന് CPM വിലയിരുത്തുന്നു. ഒരു പൊതു സ്വതന്ത്രനിലേക്കോ അല്ലെങ്കിൽ പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഒരാളെ അവിടെ മത്സരിപ്പിക്കാം എന്നൊരു വിലയിരുത്തലിലേക്കൊക്കെ CPM എത്തിച്ചേരുന്നുണ്ട്. എന്ത് തീരുമാനം അതിലെല്ലാം ഉണ്ടാകുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം തന്നെ കൊടുവള്ളി മണ്ഡലത്തിൽ MK മുനീറിനെതിരെ മത്സരിച്ച കാരാട്ട് റസാഖ് നിസാര വോട്ടിനാണ് അന്ന് പരാജയപ്പെട്ടത് എങ്കിൽ പോലും അവിടെ കാരാട്ട് റസാഖും ഒരുപക്ഷെ സ്ഥാനാർത്ഥിയായി വന്നേക്കില്ല. ഇടയ്ക്ക് വലിയ വിമർശനങ്ങൾ CPMനെതിരെയും അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിനെതിരെയും എല്ലാം കാരാട്ട് റസാഖ് ഉയർത്തിയിരുന്നു. ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന് സീറ്റ് നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഏതായാലും എത്തുന്നത്. ഒപ്പം തന്നെ കുന്നത്തൂരിൽ കോവൂർ കുഞ്ഞുമോൻ്റെ കാര്യവും അത്ര സുരക്ഷിതമെന്ന് പറയാനാകില്ല. ഒരുപക്ഷെ CPM ആ സീറ്റ് ഏറ്റെടുക്കും. RSPക്ക് മറ്റേതെങ്കിലും ഒരു സീറ്റ് നൽകാനുള്ള ധാരണയിലേക്ക് അങ്ങനെ ഒരു ചർച്ചയിലേക്കൊക്കെയാണ് CPM ഇപ്പോൾ ഏതായാലും കടക്കാൻ പോകുന്നത്. അന്തിമ തീരുമാനമായിട്ടില്ലെങ്കിൽ പോലും അതിനുള്ള സാധ്യത CPM മത്സരിച്ചാൽ ഒരുപക്ഷെ ആ മണ്ഡലം നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയും, ഒരു നല്ല വിജയം ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അവിടെ CPMനെ സംബന്ധിച്ചിടത്തോളം LDFനെ സംബന്ധിച്ചിടത്തോളം കൊല്ലത്ത് ഉണ്ട്. എന്നാൽ ഈ ഒരു സീറ്റിൽ മാത്രം മത്സരിച്ച് ജയിച്ച സ്വതന്ത്രരും അതോടൊപ്പം തന്നെ പാർട്ടികളുമുണ്ട്. അവർക്കെല്ലാം അതേ സിറ്റിംഗ് സീറ്റുകൾ തന്നെ നൽകാനാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. കേരള കോൺഗ്രസ് വിവരങ്ങൾ നൽകിയത്.